ഹായ് ഓൾ, വെൽക്കം ടു അമ്മൂസ് ആൻഡ് അപ്പൂസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗാർലിക് ചട്നിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രഷറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 7-8 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഒലിവ് ഓയിൽ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഈ പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പുളി കൂടി ആഡ് ചെയ്യാം. ഒന്ന് നന്നായി ഫ്രൈ ആവട്ടെ. ഞാൻ മുളകും കൂടി ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒലിവ് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഗാർലിക് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്കിത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.